അടുത്ത 24 മണിക്കൂറുകൾക്കകം തന്നെ ഇറാന്റെ ആക്രമണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെയും ഇസ്രായേലിന് അനുകൂലവുമായ നിലപാടുകളെടുക്കുന്ന അറബ് രാഷ്ട്രങ്ങൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ ഇസ്രായേൽ ആക്രമണ പദ്ധതിയോടുള്ള ചില അറബ് രാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങളെ തുടർന്ന് അറബ് ലോകത്തിന് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാനെതിരെയും ഇസ്രായേലിന് അനുകൂലവുമായ നിലപാടുകളെടുക്കുന്ന അറബ് രാഷ്ട്രങ്ങളുടെ വ്യോമമാർഗങ്ങൾ തങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഗാസയ്ക്കെതിരെ 9 മാസത്തിലേറെയായി ഇസ്രായേൽ നടത്തിവരുന്ന മനുഷ്യത്വരഹിതമായ വംശക്കുരുതിയിൽ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും നിരപരാധികളായ സ്ത്രീകളും മറ്റു പുരുഷന്മാരും മരിച്ചുകൊണ്ടിരുന്നിട്ടും ക്രിയാത്മകമായ ഒരു നീക്കം പോലും നടത്താൻ സമ്പന്ന അറബ് രാഷ്ട്രങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആക്രമണങ്ങൾ സർവ്വവിധ അതിരുകളും കടക്കുമ്പോഴും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ശക്തമായി ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്ന സന്ദർഭങ്ങളിൽ അപ്പോൾ മാത്രമേ ഈ സമ്പന്ന അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് പേരിനെന്നോണം അതും ദുർബലമായ പ്രതികരണങ്ങൾ ഉയർന്നു വരാറുള്ളൂ. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷം ചില അറബ് രാഷ്ട്രങ്ങൾ ഇറാനെതിരെ മുന്നറിയിപ്പുമായി രംഗത്തു വന്നത് ഇസ്രായേലിനോടുള്ള ഭയം കാരണമാണെന്ന് ഇറാൻ പ്രതികരിച്ചു. ഇറാൻ ഇസ്രായേലുമായി യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ തങ്ങളുടെ എയർ സ്പേസ് നൽകുകയില്ല എന്ന് ജോർദാൻ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ടെഹ്റാൻ സന്ദർശിച്ച ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദിയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ എയർ സ്പേസിലൂടെ കടന്നുപോകുവാൻ അനുവദിക്കുകയില്ല എന്ന് സൗദി അറേബ്യയും വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് ഈ രാഷ്ട്രങ്ങളുടെ യാത്രാ വിമാനങ്ങൾ തങ്ങളുടെ എയർ സ്പേസിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുകയില്ല എന്നും ഇറാൻ പ്രതികരിച്ചു. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞത്. ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായാൽ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയായിരിക്കും ഇറാൻ ആദ്യം ആക്രമിക്കുക എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം പോലെ ആയിരിക്കുകയില്ല, കൂടുതൽ ശക്തമായ ആക്രമണമായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അടുത്ത 24 മണിക്കൂറുകൾക്കകം തന്നെ ഇറാന്റെ ആക്രമണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കണമെന്ന് ഇസ്രായേലിനെ പോലെ തന്നെ ആഗ്രഹിക്കുന്ന രാഷ്ട്രമാണ് അമേരിക്കയും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൈച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങളും സമ്പത്തും നൽകുന്നത് അവസാനിപ്പിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാനും ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കാതിരിക്കുവാനും. അങ്ങനെയൊരു ശക്തമായ നിലപാട് അമേരിക്ക കൈക്കൊണ്ടാൽ മാത്രം മതി പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ. എന്നാൽ മുട്ടനാടുകൾ തമ്മിലിടിക്കുമ്പോൾ ഒഴുകുന്ന രക്തം അമേരിക്കൻ ആയുധ കമ്പനികളാണ് കുടിക്കുന്നതെന്ന സത്യം പരസ്യമായ രഹസ്യമാണ്. നേതാക്കളെ കൊല ചെയ്യുന്ന ഇസ്രായേൽ തന്ത്രത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി അലി ബഗേരി നിശിതമായി വിമർശിച്ചു. ഇസ്രായേലിന്റെ പൈശാചിക വ്യക്തിത്വമാണ് ഇത് മുഖേന വെളിപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇത് മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നതാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആഗസ്റ്റ് 6 ജിദ്ദയിൽ വെച്ച് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അലി ബഗേരി ഈ പ്രതികരണം നടത്തിയത്. ഫലസ്തീനെ പിന്തുണയ്ക്കാൻ ഇറാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ അൾജേരിയയോട് ബഗേരി ആവശ്യപ്പെട്ടു. അൾജേരിയൻ വിദേശകാര്യമന്ത്രി അഹമ്മദ് അത്താഫുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ബഗേരി ഈ കാര്യം ആവശ്യപ്പെട്ടത്. കൂടാതെ ഇസ്രായേലിനെതിരെ ശക്തമായ മുസ്ലിം ഐക്യം ഉണ്ടാവണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതി നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അതിക്രമങ്ങൾക്കെതിരെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഐക്യപ്പെടുകയും ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുകയും വേണമെന്നും അഹമ്മദ് അത്താഫ് ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും സ്ഥാപിക്കുവാൻ ഇസ്രായേലിനെതിരെ നിർണായക നീക്കങ്ങൾ നടത്താൻ OIC അഥവാ ഓർഗനൈസേഷൻ ഓഫ്
ഇസ്ലാമിക് കോർപ്പറേഷനോട് അഹമ്മദ് അത്താഫ് ആഹ്വാനം ചെയ്തു. അറബ് രാഷ്ട്രങ്ങൾ ആത്മാർത്ഥമായി ഐക്യപ്പെടുകയും അമേരിക്ക ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന നിരുപാധിക പിന്തുണകൾ നിയന്ത്രിക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം.